ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് മിനി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ക്ഷേത്ര കാഴ്ചകളിലേക്കാണ്. അതിനായിട്ടാണ് ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ മമ്മിയും കുഞ്ഞുമുണ്ട്. എല്ലാ വർഷവും വൃശ്ചിക മാസം ഞാൻ സ്ഥിരമായി സന്ദർശിക്കാറുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശവും ഇപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി പണികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുരോഗമനാവസ്ഥയാകട്ടെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഇന്ന് യാത്ര ചെയ്യുന്ന റോഡായിരിക്കില്ല അടുത്ത ദിവസം നമ്മൾ യാത്ര ചെയ്യുക. അതേ രീതിയിലാണ് ഓരോ ദിവസവും പണികൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെയും കൊല്ലത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ്. വൃശ്ചികോത്സവത്തിൻ്റെ എല്ലാ അവസാനമായതുകൊണ്ടാകാം പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിലും ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഇവിടെ ആൾത്തിരക്കിന് ഒരു കുറവുമില്ല, കടകളാകട്ടെ ഒഴിഞ്ഞിട്ടുമില്ല. വളരെ മനോഹരമായ അതിമനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അത്രയും നേരം കാത്തു നിന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചി ഞങ്ങളോടൊപ്പം വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അവളും ഉണ്ടായി കൂടെ. ഇവിടെ ഇപ്പോൾ വളരെയധികം തിരക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ ഭജന നടക്കുന്നുണ്ട്. അതുപോലെ കച്ചവടക്കാർ, പലതരത്തിലുള്ള കച്ചവടക്കാർ അവിടെ ആ വസ്തുവിലാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ കുറേയധികം ആളുകൾ ആ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശാലമായ മനോഹരമായ കാഴ്ചകളാണ്. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ദക്ഷിണ കാശി എന്നുകൂടി മറ്റൊരു പേരുണ്ടെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ പരമാത്മാവ്, ഹൈന്ദവധർമ്മത്തിലെ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. ഒരുപാട് കടകൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കാഴ്ചകളാകട്ടെ അതിമനോഹരം. എനിക്കാണെങ്കിൽ എല്ലാ വൃശ്ചിക മാസവും ഇങ്ങനെയുള്ള കടകളുള്ള പ്രത്യേകിച്ച് ഓച്ചിറ അമ്പലത്തിലേക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ഇത്തവണയാകട്ടെ മോനും കൂടി കൂടെ ഉള്ളത് കൊണ്ട് കാഴ്ചകൾക്കൊന്നും കുറവുമില്ല. അവനായിട്ട് ഞങ്ങളെ എല്ലായിടത്തേക്കും വലിച്ചെത്തിക്കുന്നുമുണ്ട്. പലഹാരങ്ങളാകട്ടെ അല്ലെങ്കിൽ റൈഡുകളാകട്ടെ അല്ല എങ്കിൽ വസ്ത്രശാലകളാകട്ടെ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇന്നിവിടെയുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ഷോപ്പുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു അവനെ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാമെന്ന്. അപ്പോൾ കുഞ്ഞിന് കയറാൻ പറ്റിയ റൈഡ് എന്തായാലും ഈ ജൈൻറ്റ് വീലിൽ കയറാൻ എനിക്ക് ധൈര്യമില്ല, ഒപ്പം എൻ്റെ കൂടെയുള്ളവർക്കും ധൈര്യമില്ല. പിന്നെ കുഞ്ഞിനെ എങ്ങനെ കയറ്റും? അപ്പോഴാണ് ഈ ചെയർകാറിൻ്റെ ഒരു റൈഡ് കാണുന്നത്. അപ്പോൾ കുറേ കൊച്ചു കുഞ്ഞുങ്ങളെ അവിടെ അങ്ങനെ അവരും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മകനെ കൂടെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കയറ്റി. നിങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ടോ? പോയിട്ടുണ്ടോ? പരബ്രഹ്മസ്വാമി ക്ഷേത്രം, സ്വാമി എന്ന് പറയേണ്ട പരബ്രഹ്മക്ഷേത്രം, ഓച്ചിറ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അയാൾക്കിത് പുതിയ കാഴ്ചകളാണ്. എത്ര നിറപ്പകിട്ടാർന്ന ഓരോരോ കാഴ്ചകളും എനിക്ക് അതീവ സുന്ദരമായിട്ട് തോന്നി. ഈ കുളം കണ്ടില്ലേ? എല്ലാ വർഷവും ഓച്ചിറ വേലകളി നടക്കുന്ന ഒരു കുളമാണിത്. ഈ കുളം ഉണങ്ങുന്ന ഒരു ടൈമുണ്ട്, ആ സമയത്താണ് അത് നടക്കാറ്. ഉത്സവം കഴിഞ്ഞെങ്കിലും റോഡിലെ തിരക്കിന് ഒട്ടും കുറവില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See you soon. Bye.